നമസ്കാരം, എല്ലാവർക്കും അന്നപൂർണേശ്വരി ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നോളേജ് ഓഫ് ഹിന്ദുസ് സ്പെഷ്യൽ വീഡിയോ പാർട്ട് 14 മുൻ വീഡിയോകൾ ദയവായി കാണാത്തവർ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനി വീഡിയോയിലേക്ക് പോവാം. ദുർഗാ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം ഉദ്ദിഷ്ടകാര്യസിദ്ധി. ദുർഗാദേവിയുടെ മഹിഷാസുര മർദിനി മന്ത്രത്താൽ അർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? ശത്രു നിവാരണത്തിന്. ദുർഗാദേവിയുടെ ഇഷ്ടവഴിപാടായ ഭഗവതി സേവ നടത്തിയാലുള്ള ഫലം എന്താണ്? ഐശ്വര്യത്തിനും ഗൃഹദോഷ മകലാനും. ദുർഗാദേവിയുടെ കുങ്കുമം സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ഐശ്വര്യവും സമൃദ്ധിയും. ദുർഗാദേവിയുടെ പട്ടും താലിയും സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? വിവാഹ തടസ്സം നീങ്ങാൻ. ദുർഗാദേവിയുടെ കരുക്കാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ശരീരക്ലേശം അകറ്റാൻ. ദുർഗാദേവിയുടെ മനഃശാന്തി ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? വെള്ള നിറമുള്ള പൂക്കൾ നടയ്ക്കൽ സമർപ്പിച്ച് അർച്ചന നടത്തുക. ദുർഗാദേവിയുടെ ആദികളിൽ നിന്നും മോചനം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അശോക പൂവിനാൽ അർച്ചന നടത്തുക. രാഹുകാലത്ത് ദുർഗാദേവിയെ പൂജിച്ചാലുള്ള ഫലം എന്താണ്? സർവ്വ ഐശ്വര്യവും സിദ്ധിച്ച് ആഗ്രഹ സഫലമുണ്ടാകും. ദുർഗാദേവിയുടെ മഞ്ഞൾ പൊടി സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? രോഗശാന്തിക്കും ശരീരകാന്തിക്കും വേണ്ടി. ശാസ്താ സന്നിധിയിൽ നീരാഞ്ജനം കത്തിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ഇഷ്ടകാര്യസിദ്ധിയും പാപശമനം. ശാസ്താവിന് മുല്ലമാല ചാർത്തിയാൽ ലഭിക്കുന്ന ഫലം എന്താണ്? പ്രേമ തടസ്സം നീങ്ങുന്നതിനും ദാമ്പത്യ ഭദ്രതയ്ക്കും. ശാസ്താവിനു ത്രിമധുരം നേദിക്കുന്നതിൻ്റെ ഫലം എന്താണ്? കാര്യവിജയത്തിനും ഇഷ്ടവിവാഹ ലബ്ധിക്കും. ശാസ്താവിൻ്റെ എള്ളും തിരിയും കത്തിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ശനിദോഷ ശാന്തിക്ക്. ശാസ്താവിന് താമരമാല ചാർത്തൽ നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? സുഖസമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി. ശാസ്താവിനു എള്ളുപായസം നടത്തുന്നത് എന്തിനാണ്? കർമ്മവിജയത്തിനു വേണ്ടി. ശാസ്താവിൻ്റെ നെയ്യ് വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ധനൈശ്വര്യ വർദ്ധനവിനു വേണ്ടി. ശാസ്താവിനു ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് ഏതാണ്? അന്നദാനം. ശാസ്താവിനു ഭസ്മാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? വിദ്യാവിജയം, മുൻ ജന്മ പാപശാന്തി. ശാസ്താവിനു ചന്ദനാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ധാന്യലാഭം. ശാസ്താവിനു ഇളനീർ അഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? സൽപുത്രലാഭം. ശാസ്താവിനു തേനാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? മധുരസ്വരം ലഭിക്കാൻ. ശാസ്താവിനു തൈരാഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ദേഹപുഷ്ടി. ശാസ്താവിനു പഞ്ചാമൃത അഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ആയുസ് വർധന. ശാസ്താവിനു പഞ്ചഗവ്യത്താൽ അഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? ജ്ഞാനം ലഭിക്കാൻ. സുബ്രഹ്മണ്യ ഭഗവാന്റെ മുല്ലപ്പൂവിനാൽ പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? പാപശമനം. സുബ്രഹ്മണ്യ സ്വാമിയുടെ നടയ്ക്കൽ നെയ്വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ശത്രുനാശനത്തിന്. സുബ്രഹ്മണ്യ സ്വാമിയുടെ ത്രിമധുരം നേദിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ശത്രുദോഷ ശാന്തിക്ക്. സുബ്രഹ്മണ്യ സ്വാമിയുടെ കാവടി വഴിപാട് നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? ഉദ്ദിഷ്ടകാര്യസിദ്ധി, രോഗദുരിത ശമനം. സുബ്രഹ്മണ്യ സ്വാമിയുടെ അലച്ചൽ മാറാൻ ഏത് പുഷ്പാഞ്ജലിയാണ് നടത്തേണ്ടത്? കുമാരസൂക്ത പുഷ്പാഞ്ജലി. സുബ്രഹ്മണ്യ സ്വാമിയുടെ പഞ്ചാമൃത അഭിഷേകം നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? കുടുംബ ബന്ധത്തിലുള്ള വിള്ളലുകൾ പരിഹരിക്കുന്നതിനും
സൗഖ്യത്തിനും തൊഴിൽപരമായ ഉന്നതിക്കും വേണ്ടി. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ താമരമാല സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ദാമ്പത്യ സൗഖ്യത്തിന്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ വിദ്യാവിജയത്തിനു വേണ്ടി നടത്തുന്ന വഴിപാട് ഏതാണ്? പാൽ നിവേദ്യം. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ തുളസിമാല സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? കടബാധ്യത തീർക്കാൻ. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ പാപശമനത്തിനു വേണ്ടി നടത്തുന്ന വഴിപാട് ഏതാണ്? വെള്ള നിവേദ്യം. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ ചെറുനാരങ്ങ നീര് അഭിഷേകം നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? മരണഭയം അകറ്റി രോഗശാന്തി നൽകുന്നു. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ പനിനീർ അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ദാരിദ്ര്യ ദുഃഖശമനത്തിനായി. ഹനുമാൻ സ്വാമിക്ക് അവിൽ നിവേദ്യം നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? വിഘ്നങ്ങൾ അകലാനും അഭിഷ്ടസിദ്ധിക്കും വേണ്ടി. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ഉദ്ദിഷ്ടകാര്യസിദ്ധി. ഹനുമാൻ സ്വാമിയുടെ അവിടെ വടമാല സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ആയുരാരോഗ്യ സൗഖ്യം. ഹനുമാൻ സ്വാമിയുടെ അവിടെ വെണ്ണ വഴിപാട് നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? ബുദ്ധിവികാസത്തിനും വിദ്യാലാഭത്തിനും. ഹനുമാൻ സ്വാമിയുടെ അവിടെ പാലഭിഷേകം നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? മനഃശാന്തിക്കു വേണ്ടി. ഹനുമാൻ സ്വാമിയുടെ അവിടെ സിന്ദൂരം ചാർത്തൽ നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? സന്തോഷകരമായ ജീവിതവും ദീർഘായുസ്സും സിദ്ധിക്കാൻ. ഹനുമാൻ സ്വാമിയുടെ അവിടെ കദളിപ്പഴം സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? കുട്ടികൾ ഊർജ്ജസ്വലരാകാൻ. ശത്രുദോഷവും ദൃഷ്ടിദോഷം എന്നിവ അകലുന്നതിന് ആരെ ഭജിക്കണം? ഹനുമാൻ സ്വാമിയെ. പഞ്ചമുഖ ഹനുമാനെ ഭജിക്കുന്നതിലൂടെ സിദ്ധിക്കുന്നതെന്തെല്ലാമാണ്? ബുദ്ധി, ബലം, പ്രശസ്തി, ലക്ഷ്യത്തിലെത്താനുള്ള കഴിവ്, ധൈര്യം, ആരോഗ്യം, ജാഗ്രത, വാക്ചാതുര്യ എന്നിവ സ്വായത്തമാക്കാൻ സാധിക്കും. ഹനുമാൻ സ്വാമിയുടെ അവിടെ കുങ്കുമാർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? ശനിദോഷ നിവാരണത്തിന്. നരസിംഹമൂർത്തി ഭഗവാന്റെ അവിടെ പാനക നിവേദ്യം നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? ശത്രുദോഷ ശാന്തിക്ക്. നരസിംഹമൂർത്തി ഭഗവാന്റെ അവിടെ പാൽപായസം നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? ഇഷ്ടസിദ്ധി. നരസിംഹമൂർത്തി ഭഗവാന് ചെറുപയർ നിവേദ്യം നടത്തിയാലുള്ള ഫലം എന്താണ്? വിഘ്നങ്ങൾ അകലാൻ. നരസിംഹമൂർത്തി ഭഗവാന് തുളസിമാല സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? പാപശമനം. നരസിംഹമൂർത്തി ഭഗവാന് രക്തപുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ദൃഷ്ടിദോഷശാന്തിയും ശത്രുദോഷശാന്തി. നരസിംഹമൂർത്തി ഭഗവാന് ശർക്കര പായസം നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? മനഃശാന്തി. നരസിംഹമൂർത്തി ഭഗവാന് ചുവന്ന പട്ട് മാല എന്നിവ സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ആഭിചാര ദോഷശാന്തി. നരസിംഹമൂർത്തി ഭഗവാന്റെ അവിടെ ഭസ്മം ജപിച്ചു വാങ്ങുന്നതിൻ്റെ ഫലം എന്താണ്? ബാലപീഡ ശമനത്തിന്. നരസിംഹമൂർത്തി ഭഗവാന്റെ അവിടെ ഭീഷണമന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? ഉദ്യോഗ വിജയത്തിന്. നരസിംഹമൂർത്തി ഭഗവാന്റെ അവിടെ നെയ് ജപിച്ച് സേവിക്കുന്നതിൻ്റെ ഫലം എന്താണ്? വിദ്യാസ്തംഭനം മാറാൻ. നരസിംഹമൂർത്തി ഭഗവാന്റെ അവിടെ എണ്ണ സമർപ്പിക്കുന്നതിൻ്റെ ഫലം എന്താണ്? ദുരിതശാന്തി. നരസിംഹമൂർത്തി ഭഗവാന്റെ അവിടെ പഞ്ചാമൃതം നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? കാര്യസിദ്ധി. നരസിംഹമൂർത്തിയെ ഭജിക്കുന്നതിന് ഏറ്റവും ഉത്തമമായ സമയം ഏതാണ്? ത്രിസന്ധ്യാനേരം. ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ഭാഗ്യലബ്ധിയും സമ്പൽ സമൃദ്ധിയും. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? അഭിഷ്ടിസിദ്ധി.
രുദ്രസൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ശിവന് പ്രിയങ്കരം ന്യായമായ ഏത് ആഗ്രഹവും സാധിക്കും. യോഗക്ഷേമ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ഐശ്വര്യത്തിന്. രോഗശമന സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? രോഗശാന്തിക്ക്. ഗണപതി സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? തടസ്സങ്ങൾ മാറാൻ. കുമാര സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? അലച്ചൽ തീരാൻ. ശാസ്ത്ര സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ശനിദോഷ ദുരിതം നീങ്ങാൻ. ആയുർ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ആയുർബലത്തിന്. ഭദ്രകാളി സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ശത്രുദോഷ ദുരിതങ്ങൾ നീങ്ങാൻ. നാരായണ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? പിതൃപ്രീതിക്ക്. സ്ത്രീ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ഐശ്വര്യം ലഭിക്കാൻ. സംവാദ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? കലഹം നീങ്ങാൻ. മേധ സൂക്ത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ബുദ്ധിശക്തി വർധനയ്ക്ക്. പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ആയുരാരോഗ്യ സൗഖ്യം. രക്തപുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ശത്രുദോഷ ശമനം, അഭിഷ്ടിസിദ്ധി. സപ്തശുദ്ധി പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? മനഃശുദ്ധി, ശരീരശുദ്ധി. അഷ്ടോത്തര ശതനാമ പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? കാര്യസിദ്ധി. മൂലമന്ത്ര പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? പാപശാന്തിക്ക്. സ്വയംവരാർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? വിവാഹ തടസ്സം നീങ്ങാൻ. ദേവി മഹാത്മാർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? സമ്പൽ സമൃദ്ധിക്കും ദുരിതമോചനത്തിനും. വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തിയാലുള്ള ഫലം എന്താണ്? ദീർഘായുസ്. സാരസ്വത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? വിദ്യാലാഭം. ത്രയംബക പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? അഭിഷ്ടിസിദ്ധി, യശസ്സ്. പാശുപത പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? നാൽക്കാലികളുടെ രോഗശമനത്തിന്. ബില്ലുപത്ര പുഷ്പാഞ്ജലി നടത്തിയാലുള്ള ഫലം എന്താണ്? ശിവസായുജ്യം. പാലഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? കോപത്തിൽ നിന്നുള്ള ശമനം, ദീർഘായുസ്, വൈകാരിക മുക്തി. പനിനീരഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? പേരും പ്രശസ്തിയും. സരസ്വതി ദേവിക്ക് പനിനീരഭിഷേകം നടത്തിയാലുള്ള ഫലം എന്താണ്? സരസ്വതി കടാക്ഷത്താൽ വിദ്യയിൽ അഭ്യുന്നതി. എണ്ണ അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? സൗഖ്യവും ഈശ്വര കടാക്ഷം. ചന്ദന അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ധനാഭിവൃദ്ധി, സ്ഥാനലബ്ധി. പഞ്ചാമൃത അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ശരീരപുഷ്ടി, ദീർഘായുസ്. ഇളനീർ അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? സൽസന്താന ഭാഗ്യം, ഉന്നത പദവി അലങ്കരിക്കാൻ യോഗം. ഭസ്മാഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ജ്ഞാനവർദ്ധനവ്, പാപമുക്തി. തീർത്ഥാഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ദുർചിന്തയിൽ നിന്നുള്ള മുക്തിക്കായി. നെയ്യ് അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? മുക്തി, സന്താനഭാഗ്യം, ദാരിദ്ര്യശമനം. തേനഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? മധുരമായി സംസാരിക്കാനുള്ള കഴിവ് സിദ്ധിക്കാൻ. വാകചാർത്ത് അഭിഷേകത്തിനായിട്ടുള്ള ഫലം എന്താണ്? പരിശുദ്ധിക്കായി. നെല്ലിക്കാപ്പൊടിയായുള്ള അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? രോഗമുക്തിക്കായി. മഞ്ഞൾ പൊടിയായുള്ള അഭിഷേകത്തിനുള്ള ഫലം എന്താണ്? സർവത്ര ശുദ്ധിക്കായി.
കരിമ്പിൻ നീരിനാലുള്ള അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ശത്രുവിജയത്തിന്. പച്ചകർപ്പൂരത്താലുള്ള അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ഭയം ഇല്ലാതാക്കാൻ. ചെറുനാരങ്ങ അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? മരണഭയം നീങ്ങാൻ. തൈരാഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? സന്താനലബ്ധിക്കായി. രുദ്രാഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ശനിദോഷ നിവാരണത്തിന്. കലശാഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായി. കസ്തൂരിയാലുള്ള അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? സർവകാര്യവിജയം. അന്നാഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ആയുർവർദ്ധനവ്, ആരോഗ്യപ്രാപ്തി. സ്വർണാഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ധനലാഭം. നവക അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? രോഗശാന്തി, സമ്പൽ സമൃദ്ധി. വലംപിരി ശംഖിനാൽ അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? ഐശ്വര്യസിദ്ധി. പഴച്ചാറിനാലുള്ള അഭിഷേകത്തിൻ്റെ ഫലം എന്താണ്? കാർഷിക അഭിവൃദ്ധി, സർവരുടെയും ആദരവ് ലഭിക്കും. ശനിദോഷം തീർക്കാൻ ശിവഭഗവാന് എന്തു വഴിപാടാണ് നടത്തേണ്ടത്? മൃത്യുഞ്ജയ ഹോമം, മൃത്യുഞ്ജയ അർച്ചന. ശനിദോഷം തീർക്കാൻ ഹനുമാൻ സ്വാമിക്ക് എന്തു വഴിപാടാണ് നടത്തേണ്ടത്? അവിൽ നിവേദ്യം, വടമാല. ശനിദോഷം തീർക്കാൻ ശാസ്താവിന് എന്തു വഴിപാടാണ് നടത്തേണ്ടത്? നീരാഞ്ജനം, എള്ളും പായസവും. ദേവിക്ക് മുഴുകാപ്പ് നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? മുഖസൗന്ദര്യവും വശ്യതയും വർദ്ധിക്കുന്നതിനും മനസമാധാനം സിദ്ധിക്കുന്നതിനും. ഗണപതിക്ക് മുഴുകാപ്പ് നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? തടസ്സങ്ങൾ മാറി ആഗ്രഹ സാഫല്യത്തിനു വേണ്ടി. നാഗർക്ക് മുഴുകാപ്പ് നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? സർപ്പദോഷശാന്തിക്കും സന്താന തടസ്സം നീങ്ങുന്നതിനും. ശിവന് മുഴുകാപ്പ് നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? രോഗശാന്തിക്കും ദീർഘായുസ്സിനും. വിഷ്ണുവിന് മുഴുകാപ്പ് നടത്തുന്നതിൻ്റെ ഫലം എന്താണ്? ഉദ്ദിഷ്ടകാര്യസിദ്ധി. ശിവഭഗവാന് ഇഷ്ടപുഷ്പമേത്? കൂവളം. ഗണപതി ഭഗവാന് ഇഷ്ടപുഷ്പമേത്? കറുക. ദേവിക്ക് ഇഷ്ടപുഷ്പമേത്? ചുവന്ന പൂക്കൾ. വിഷ്ണു ഭഗവാന് ഇഷ്ടപ്പെട്ട പുഷ്പമേത്? തുളസി. ശ്രീപാർവതിക്ക് ഇഷ്ടപുഷ്പമേത്? തുമ്പപ്പൂ. വ്യാഴം ഭഗവാന് ഇഷ്ടപുഷ്പമേത്? മുല്ല. ബ്രഹ്മദേവന് ഇഷ്ടപുഷ്പമേത്? ചെന്താമര. ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടപുഷ്പമേത്? വെറ്റില. സുബ്രഹ്മണ്യ സ്വാമിക്ക് ഇഷ്ടപുഷ്പമേത്? അരളി, മഞ്ഞപ്പൂക്കൾ. ശനി ഭഗവാന് ഇഷ്ടപുഷ്പമേത്? നീലശംഖുപുഷ്പം. ദേവവൃക്ഷം എന്നറിയപ്പെടുന്ന വൃക്ഷം ഏത്? അരയാൽ. മണ്ഡലകാല മഹോത്സവം ഏതു മാസത്തിലാണ്? വൃശ്ചികത്തിൽ. തൈപ്പൂയം നടക്കുന്നത് ഏതു മാസത്തിലാണ്? മകരം. തിരുവാതിര ആഘോഷം ഏതു മാസത്തിലാണ്? ധനു. ഏറ്റവും പവിത്രമായ തുളസി ഏത്? കൃഷ്ണതുളസി. ഏത് ദേവിയുടെ അവതാരമാണ് തുളസിച്ചെടി? ലക്ഷ്മി ദേവിയുടെ. കേരളത്തിലെ പ്രധാന നാഗാരാധന ക്ഷേത്രം മണ്ണാർശാല ക്ഷേത്രം. പൊന്നമ്പലമേട്ടിൽ കാണപ്പെടുന്ന ജ്യോതിയുടെ പേര് മകരജ്യോതി. സർപ്പങ്ങളുമായി ബന്ധമുള്ള പേരുകേട്ട ഇല്ലം പാമ്പുമേക്കാട്ട്. ബുദ്ധിയുടെ വൃക്ഷമേത്? അരയാൽ. ഔഷധീശ്വരൻ എന്നറിയപ്പെടുന്ന ദേവനേത്? ധന്വന്തരി. ഏറ്റവും വലിയ ദേവീ വിഗ്രഹമുള്ള ക്ഷേത്രമേതാണ്? പാറമേക്കാവ്.
പൊങ്കാലയ്ക്ക് പേരുകേട്ട ക്ഷേത്രം ഏതാണ്? ആറ്റുകാൽ. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രം ഏതാണ്? കൂടൽമാണിക്യം. ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് പറയുന്ന ഗ്രന്ഥം ഏത്? ഭഗവത്ഗീത. പൂജാകാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വിളക്ക്? അലങ്കാര വിളക്ക്. ശബരിമലയിലെ പ്രധാന പ്രസാദം ഏത്? നെയ്യ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏത്? പാൽപ്പായസം. മൂകാംബികയിലെ പ്രധാന പ്രസാദം ഏത്? കഷായ തീർത്ഥം. തിരുപ്പതിയിലെ പ്രധാന പ്രസാദം ഏത്? ലഡ്ഡു. കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ഏത്? ഉണ്ണിയപ്പം. ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്താണ് ബെൽ ബട്ടൺ ഓണുള്ളത്. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. എല്ലാവർക്കും ഗുഡ് ബൈ.